ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജയസൂര്യ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ആട് 3 എന്ന് പറയുന്ന സിനിമ. മാർച്ച് 19 തിയേറ്ററിലോട്ടെത്തിയ ചിത്രം മൂന്നാം വാരത്തോട്ട് കിടക്കുമ്പോഴും ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ആദ്യ ആഴ്ചത്തെ കളക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 15 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭിക്കുന്ന ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജയസൂര്യ, വിനായകൻ, സണ്ണി വെയിൻ, സൈജു കുറുപ്പ്, ഇന്ദ്രൻസ് തുടങ്ങിയവരെല്ലാം തന്നെ കേന്ദ്ര കഥാപാത്രമാക്കി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ആട് 3 എന്ന് പറയുന്ന സിനിമ. ആദ്യ ഭാഗം തിയേറ്റർ ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും പിന്നീട് DVD-യിലും മിനി സ്ക്രീനിലും ഹിറ്റായ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വൻ ബോക്സ് ഓഫീസ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പാപ്പന്റെ മൂന്നാം വരവും പ്രേക്ഷകർ കേരളത്തിലെ ആഘോഷമാക്കി മാറ്റി. എന്നാൽ ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ 100 കോടി പിന്നിട്ട ചിത്രം രണ്ടാഴ്ചയിലോട്ട് കടന്നപ്പോൾ നേരെ മൂക്കുകുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ മൂന്നാം വാരത്തിലോട്ട് കടന്ന ചിത്രം ബോക്സ് ഓഫീസിൽ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയി. എന്നാൽ വലിയ ചിത്രങ്ങളൊന്നും തന്നെ ഓപ്പോസിറ്റ് ഇല്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. അതേസമയം ഇന്നലെ ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ വാഴ 2-ന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 15 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 115 കോടി രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. കേരള കളക്ഷനായിട്ട് ചിത്രത്തിന് ഏകദേശം 46 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഓവർസീസിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം 60 കോടി രൂപയോളം സ്വന്തമാക്കി. യുദ്ധപ്രതിസന്ധിയിലും ഓവർസീസിൽ മികച്ചൊരു കളക്ഷൻ സ്വന്തമാക്കാൻ പാപ്പന് സാധിച്ചാണ് ഇത്രയും വലിയൊരു വിജയത്തിന് ഏറ്റവും വലിയൊരു ഉദാഹരണം. എന്തൊക്കെയാണ് പാപ്പൻ വരും ദിവസങ്ങളിൽ ഈസ്റ്റർ വിഷു ദിവസങ്ങളിൽ കപ്പ് തൂക്കുമോ അല്ലെങ്കിൽ പരാജയപ്പെടുമെന്ന് കണ്ടുകഴിഞ്ഞറിയാം. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പം ആട് 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.